ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ടും തയ്യാറാക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രൊവിഷൻസിൽ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ എന്തുമായിക്കോട്ടെ, അതിലേതെങ്കിലും ഒന്നിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകുകയോ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയതിൽ എന്തെങ്കിലും എറർ സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നത്. Sometimes a few omissions or errors in the recording of transactions are found after the final accounts have been prepared and the profits distributed among the partners. The omissions may be in respect of interest on capitals, interest on drawings, interest on partners loan, partners salary, partners commission or outstanding expenses. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുകയും പ്രോഫിറ്റ്സ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രൊവിഷൻ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോണോ സാലറിയോ കമ്മീഷനോ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസോ രേഖപ്പെടുത്താൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ തെറ്റ് സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യുന്നതാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് നമുക്ക് രണ്ട് മെത്തേഡിലാണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് മെത്തേഡ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ത്രൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അതായത് തെറ്റ് സംഭവിച്ച അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയ അക്കൗണ്ട് റീ ഓപ്പൺ ചെയ്യാതെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്യുന്ന രീതിയാണ് ഈ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഡയറക്റ്റ്ലി ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ദി കൺസേൺഡ് പാർട്ട്നേഴ്സ്. ഈ മെത്തേഡ് പ്രകാരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി ഏതെല്ലാം പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിലാണ് തെറ്റ് വന്നിട്ടുള്ളത്, അപ്പോൾ എന്തൊക്കെ എമൗണ്ടാണോ ആഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ എമൗണ്ടാണോ ലെസ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയതിന് ശേഷം ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. റമീസ് ആൻഡ് സഹീർ ആർ ഈക്വൽ പാർട്ട്നേഴ്സ്. Their capital as on April 1st, 2019 were rupees 50,000 and rupees 1 lakh respectively. After the accounts for the financial year ending March 31st, 2020 have been prepared, it is discovered that interest at the rate of 6% per annum as provided in the partnership deed has not been credited to the partner's capital account before distribution of profit. റമീസും സഹീറും ഈക്വൽ പാർട്ട്നേഴ്സാണ്. അവർ ക്യാപിറ്റലായി കൊണ്ടുവന്നിട്ടുള്ളത് 50,000 രൂപയും 1,00,000 രൂപയുമാണ്. അപ്പോൾ മാർച്ച് 31st, 2020 അവർ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കിയതിന് ശേഷമാണ് മനസ്സിലായത് 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ട് എററാണ് സംഭവിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോട്ട് ക്രെഡിറ്റഡ് ടു ദി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് അവരെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, റമീസിൻ്റെയും സഹീറിൻ്റെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ റമീസ് 50,000 രൂപയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 50,000 രൂപയുടെ 6% നിങ്ങൾ ആദ്യമായി കാണാം. 50,000 into 6/100 is equal to rupees 3,000. അപ്പോൾ സഹീറിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 1 lakh into 6/100 rupees 6,000. അപ്പോൾ ഈ രണ്ട് എമൗണ്ടാണ് ഇവരെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാതെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാതെയും വിട്ടിട്ടുള്ളത്. ഇനി അടുത്ത മെത്തേഡ് നോക്കാം. ബൈ ദിസ് ഒമിഷൻ റോങ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് വിത്തൗട്ട് കൺസിഡറിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് rupees 9,000 ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി പാർട്ട്നേഴ്സ്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയ സമയത്ത് ഒരു എക്സ്പെൻസാണ് ഇവിടെ വിട്ടിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസാണ്. അതുകൊണ്ട് തന്നെ അവർ കണ്ട പ്രോഫിറ്റ് യഥാർത്ഥത്തിൽ ശരിയായ പ്രോഫിറ്റ് ആയിരിക്കില്ല, അവിടെ കൂടുതൽ എമൗണ്ട് പ്രോഫിറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അവർ നേരത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് ഇവിടെ എന്ത് ചെയ്യണം, കുറച്ച് കാണിക്കണം.
അതായത് 9,000 രൂപ അവർക്ക് എക്സസ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു റമീസും സഹീറും ഈക്വൽ പാർട്ട്നേഴ്സ് ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ 9,000 രൂപ അവർ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റമീസിന് 4,500 രൂപയും സഹീറിന് 4,500 രൂപയും എക്സസ് എമൗണ്ടാണ് കിട്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ മെത്തേഡിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാമെന്ന് നോക്കാം. അഡ്ജസ്റ്റ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ത്രൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ആദ്യമായി നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റീ ഓപ്പൺ ചെയ്യേണ്ടത് ആവശ്യമില്ല. പകരം ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താണ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ 9,000 ടു റമീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 3,000 ടു സഹീർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ₹6,000. അപ്പോൾ ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ജേണൽ എൻട്രി. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് ലോസ് ആണ് വരുന്നത്, അതുകൊണ്ട് ലോസ് ഓൺ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ലോസ് ആയിട്ടാണ് നമ്മളിവിടെ കണക്കാക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. റമീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 4,500, സഹീർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 4,500 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ₹9,000. ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതാൻ വിട്ടുപോയാൽ കറക്റ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ഡയറക്റ്റ്ലി ഇൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നേരിട്ട് എഴുതുന്ന മെത്തേഡാണിത്. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ എൻട്രി എഴുതേണ്ട ആവശ്യമില്ല. എ സ്റ്റേറ്റ്മെൻറ്റ് ടു അസർട്ടൈൻ ദി നെറ്റ് ഇഫക്റ്റ് ഓഫ് ഒമിഷൻ ഓൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ബി വർക്ക്ഡ് ഔട്ട് ആൻഡ് ദെൻ ദി അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ക്യാൻ ബി റെക്കോർഡഡ്. ഇവിടെ ആദ്യമായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയതിന് ശേഷം പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിൽ ബാധിക്കുന്ന ഡെബിറ്റ് ആണെങ്കിലും ക്രെഡിറ്റ് ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എൻട്രീസിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് നെറ്റ് ഇഫക്റ്റ് ഓഫ് ഒമിഷൻ. ഇപ്പോൾ കോളാക്കേണ്ടത് ഡീറ്റെയിൽസ് റമീസ് സഹീർ. അപ്പോൾ ഇവിടെ ഒരു എമൗണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു എൻട്രി മാത്രമാണ് നമ്മൾ വിട്ടുപോയിട്ടുള്ളത്, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റമീസിൻ്റെ വരുന്നത് 3,000 നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. സഹീറിൻ്റെത് 6,000 ആണ് വരുന്നത്. ഇനി ഇതിനെ ബാധിക്കുന്നത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എമൗണ്ട് ആക്ച്വലി ക്രെഡിറ്റ് ബൈ വേ ഓഫ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ₹9,000 ഷെയർഡ് ഈക്വലി. അപ്പോൾ നേരത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ പ്രോഫിറ്റിലൂടെ റമീസിനും സഹീറിനും കൂടി 9,000 ഓൾറെഡി ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ അത് ഈക്വൽ ആയതുകൊണ്ട് 4,500 ആയിരുന്നു റമീസിനും സഹീറിനും ക്രെഡിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒഴിവാക്കിയത് കൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സസ് എമൗണ്ട് വന്നത്, അതായത് 9,000 പ്രോഫിറ്റ് അധികം വന്നത്. അതുകൊണ്ടാണ് രണ്ടുപേർക്കും 4,500 ക്രെഡിറ്റ് ആയത്. ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ റമീസിന് 3,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പക്ഷേ ഓൾറെഡി 4,500 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 1,500 രൂപ എക്സസ് ആണ്. അപ്പോൾ റമീസിന് 1,500 രൂപ എക്സസ് ആയതുകൊണ്ട് 1,500 ഡെബിറ്റ് ചെയ്യണം. എന്നാൽ സഹീറിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആക്ച്വലി വേണ്ടിയിരുന്നത് 6,000 രൂപയാണ്. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം 4,500 രൂപയാണ് ക്രെഡിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ 1,500 രൂപേൻ്റെ കുറവ് വരുന്നുണ്ട്. അതുകൊണ്ട് സഹീറിൻ്റെ അക്കൗണ്ടിൽ 1,500 രൂപ ക്രെഡിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ റമീസിന് 1,500 രൂപ എക്സസ് ആണ്, അത് ഡെബിറ്റ് ചെയ്യുക. സഹീറിന് 1,500 രൂപ കുറവാണ്, ഡെഫിഷ്യൻസിയാണ് വരുന്നത്, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ജേണൽ എൻട്രി ഒന്ന് നോക്കാം. അപ്പോൾ റമീസിന് 1,500 രൂപ ഡെബിറ്റ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് റമീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 1,500 രൂപ ടു സഹീർസ് ക്യാപിറ്റൽ അക്കൗണ്ട് 1,500. ഇങ്ങനെയാണ് ഒമിഷനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ.